എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബിയുടെ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം സാർ. ഏകദേശം 1.5 മാസം നീണ്ടു നിന്ന ഇലക്ഷൻ പ്രചാരണം അവസാനിച്ചു. UDF ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? കേരളത്തിലെമ്പാടും നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് ഒരു പബ്ലിക്കിൻ്റെ റെസ്പോൺസും റിയാക്ഷനും കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ഏകദേശം 2 മാസത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ പോയ എല്ലാ മേഖലകളിലും, തീരദേശ മേഖലയാണെങ്കിലും ബാക്കി സ്ഥലങ്ങളിലാണെങ്കിലുമെല്ലാം വളരെ വ്യക്തമായ മേൽക്കൈ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ സിറ്റിംഗ് MP ആയിട്ടും പ്രചരണ രംഗത്ത് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു ശാന്തമായ സ്വഭാവം, ഇപ്പോൾ 3 മുന്നണികളാണെങ്കിലും, ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് 3 പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഒരു പരസ്പര ബഹുമാനത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളെ സമീപിച്ചത് എന്നായിരുന്നു. LDF സ്ഥാനാർത്ഥിയല്ല, ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ ദിവസം അതൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ സമയം മുതൽ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ 14 ബ്ലോക്കുകളിൽ ക്യാമ്പ് നടക്കുന്ന സമയമായിരുന്നു. 14 ബ്ലോക്ക് ക്യാമ്പുകളിലും ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലോ വ്യക്തിപരമായ രീതിയിലോ ഒരു തരത്തിലുമുള്ള അധിക്ഷേപങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്ഥാനാർത്ഥി ഒരു പുതിയ മുഖമായതുകൊണ്ട്, കേട്ടുകേൾവില്ലാത്ത സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവരെ അപമാനിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഭവിക്കരുതെന്ന് എനിക്ക് ആസ് ആൻ ഓപ്പോണൻറ്റ് കാൻഡിഡേറ്റ് നിർബന്ധമുണ്ടായിരുന്നു. 2, പൊളിറ്റിക്കൽ കൾച്ചർ എറണാകുളത്തിൻ്റെ വ്യത്യസ്തമാണ്. ഒരു അക്രമത്തിൻ്റെ സ്വഭാവമോ വ്യക്തി അധിക്ഷേപത്തിൻ്റെ സ്വഭാവമോ അങ്ങനെ ജനങ്ങളും ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അക്രമം ഉണ്ടാകുന്ന ആളുകൾ അല്ലെങ്കിൽ ബൂത്ത് ക്യാപ്ചർ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല എറണാകുളത്തുള്ളത്. മറ്റൊന്ന്, ഇടതുപക്ഷം പിന്നെയും പല സ്ഥലങ്ങളിലും MP എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങളെയും വ്യക്തിപരമായും ഒക്കെ പല സ്ഥലങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അതിന് മറുപടി കൊടുക്കാനോ ആ രീതിയിൽ പോയിട്ടില്ല. കാരണം ക്യാമ്പയിൻ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ളതില്ലേ. ഇപ്പം നിലവിൽ എറണാകുളം പോലത്തെ ഒരു മണ്ഡലത്തെ പരീക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ പ്രചരണ രംഗത്ത് ഭാര്യയുടെ ഒരു പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളുടെ കൂടെ ട്രെൻഡായിരുന്നു. ഇപ്പോൾ പാട്ട് വരുന്നു, ചുമരെഴുത്തിൽ, ബാനറിൽ. അപ്പോൾ ഈ ഭാര്യയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പിന്തുണ ഒരു രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തും എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ഒരു പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്കെഡ്യൂളും തിരക്കും ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 2 മാസം പരിപൂർണമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട മാസങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു മാനസിക പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആൾ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ FM-ലെല്ലാം വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ FM-ൽ വർക്ക് ചെയ്ത ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സ്പീരിയൻസ് എല്ലാം സ്വാഭാവികമായിട്ടും ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ന്യൂജൻ ക്യാമ്പയിൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ അട്രാക്റ്റീവ് പോസ്റ്റേഴ്സിലാണെങ്കിലും, കാരണം പരമ്പരാഗതമായ ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ക്യാമ്പയിൻ ഏറെ മുന്നോട്ട് പോയി. അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2019 നമ്മൾ ചെയ്തു. അതിന് വിമർശനങ്ങളുണ്ടായിരുന്നു, പാർട്ടിയുടെ അകത്ത് നിന്ന് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ജനം അത് ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയും അത് സ്വീകരിച്ചു. അതിപ്പോൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന് ഇപ്പോൾ നമ്മളൊരു റാപ്പ് സോങ് ഇറക്കിയിരുന്നു. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ തലമുറയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണല്ലേ. ഇപ്പോൾ മണ്ഡലത്തിലൊരു 1.5 അല്ലെങ്കിൽ 2 മാസക്കാലത്ത് പ്രചാരണം പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ താരപ്രചാരകരാരും മണ്ഡലത്തിലെത്തിയിട്ടില്ല, വലിയ ഇവൻറ്റുകളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ UDF ക്യാമ്പിൻ്റെ ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിശോധിക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഹൈബി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പ്രചരണം വരുന്നു, ഹൈബി വർക്കുകൾ ആരംഭിക്കുന്നു. ഏത് എക്സിറ്റ് പോളുകൾ പരിശോധിച്ച് നോക്കിയാലും സർവേകൾ പരിശോധിച്ചാലൊക്കെ UDF-നെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസമുള്ള മണ്ഡലമായിട്ട് ഈ എറണാകുളമുണ്ട്. അപ്പോൾ ഒരു സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് അത് എത്രത്തോളം നോക്കിക്കാണാം? നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത് 5 വർഷം മണ്ഡലത്തിലെ പ്രസൻസ്, 5 വർഷം മണ്ഡലത്തിൽ ഉടനീളം
നമ്മുടെ പ്രസൻസ് അറിയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ സിറ്റിംഗ് എം പി എന്നുള്ള രീതിയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് UDF മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിലും ഇപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടൊന്നും അല്ല ഞങ്ങൾ താരപ്രചാരകരെ കൊണ്ടുവരാഞ്ഞത്. ഈ താരപ്രചാരകരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർ ക്യാമ്പയിനർ വരുമ്പോൾ നമ്മളുടെ മണ്ഡലത്തിലെ മുഴുവൻ എഫേർട്ട് അതിലേക്ക് മാറ്റണം. നമ്മുടെ ഒരു ഏർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കൂടുതലും. അപ്പം നമ്മളുടെ പ്രവർത്തകരെ ബൂത്ത് തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിൻവലിച്ച് അവരെ കൂടുതൽ അവരുടെ എനർജിയും പണവും എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രചാരകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പല ആളുകളും. അവരൊക്കെ 2-3 ലക്ഷം ആളുകൾ അഭിസംബോധന ചെയ്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന എഫേർട്ടും നമ്മളുടെ എൻറ്റയർ എലക്ഷൻ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കൂടി അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ആളുകളും കുറേ കൂടി അതിന് ആവശ്യമുള്ള ആളുകളും കുറേ കൂടി നല്ല മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലും അത് വരണം. നമ്മളുടെ റുട്ടീൻ റെഗുലർ വർക്കായിട്ട് പോകുക, ഗ്രൗണ്ടിലുള്ള വർക്കുകൾ തന്നെ അതായിരുന്നു ഞങ്ങളുടെ ഫോക്കസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ എലക്ഷൻ്റെ എറണാകുളം മണ്ഡലത്തെ പരിശോധിക്കുമ്പോൾ ഈ സാമുദായിക വോട്ടുകൾക്കൊരു സ്വാധീനമുള്ള വിഷയമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകളുടെയൊക്കെ സംസാരങ്ങളും തർക്കങ്ങളൊക്കെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് കാണുന്നത്? അല്ല, സാമുദായിക സംഘടനകൾ നമ്മളൊരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് 2011 മുതൽ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ സാമുദായിക സംഘടനകളുമായും അവരൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും പരിപാടികളിൽ പങ്കെടുക്കുക, അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുക, അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അപ്പോൾ അവരെല്ലാം നാടിനു വേണ്ടി ഒരുപാട് നന്മ ചെയ്യുന്ന സംഘടനകളും ആളുകളുമാണ്. അപ്പോൾ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. ഞാനൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ പോയി കണ്ട് അവരുടെ പിന്തുണ ചോദിക്കുന്ന ഒരാളല്ല. മറിച്ച് അവരെന്നെ എൻ്റെ പല റീച്ച് ഔട്ട് പ്രോഗ്രാംസിലും അവരെല്ലാം ഭാഗമാണ്. അപ്പോൾ എൻ്റെ പല പ്രോജക്ട്സിലും അവരുടെ സഹായം ഉണ്ടാവാറുണ്ട്, തിരിച്ചങ്ങോട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു എത്രയോ കാലങ്ങളായിട്ടുള്ളൊരു സൗഹൃദമാണ്. അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതല്ലാതെ അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ റീച്ച് ഔട്ട് പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ശ്രദ്ധേയമായ അതല്ലെങ്കിൽ എല്ലാവരും പൊതുമധ്യത്തിൽ ഏറ്റെടുത്ത ഒരുപാട് പദ്ധതികൾ ഒരു പരമ്പരാഗത ജനപ്രതിനിധിയുടെ പ്രവർത്തനങ്ങൾക്കപ്പുറം നടപ്പിലാക്കിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഊർജം എവിടെ നിന്നാണ് നമുക്ക്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു പാർലമെൻറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇടപെടുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, CA ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, UAPA ചർച്ച ചെയ്തപ്പോൾ എവിടെയായിരുന്നു. അങ്ങനെ പല ബില്ലുകളുടെയും സമയത്ത് അസാന്നിധ്യം പല മെമ്പർമാരുടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബേസിക് ഡ്യൂട്ടിയാണ്. പിന്നെ MP ഫണ്ട് ചെലവഴിക്കുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ ജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നതും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും എൻ്റെ മെഡിക്കൽ ക്യാമ്പിലും വിദ്യാഭ്യാസ പദ്ധതിയിലും അങ്ങനെയുള്ള പ്രൊജക്ട്സിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി ഫോക്കസ് ഞാൻ സൗഖ്യം എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയതാണ്. അതിലൊരുപാട് പേർക്ക് സൗജന്യമായിട്ട് ശസ്ത്രക്രിയകളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയത്, കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു പദ്ധതിയായിരുന്നു. അതൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ് ആയിരുന്നു. ആർത്തവത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതും ഒരു വലിയ പരിധിവരെ സക്സസ്ഫുൾ ആയിരുന്നു. സ്മാർട്ട് അംഗനവാടികൾ നമ്മുടെ മറ്റൊരു പദ്ധതിയാണ്. ഹൃദയപൂർവ്വം ഹൈബി എന്ന് പറയുന്ന നമ്മുടെ 100 പേർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യം കൂടെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസ് സംവിധാനങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്? ആ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും മികച്ച പ്രവർത്തനമായിരുന്നു. സ്ക്വാഡ് പ്രവർത്തനമാണെങ്കിലും മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ 4 സ്ക്വാഡുകളാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഹോളി വീക്ക് ഉണ്ടായി, വിഷു ഉണ്ടായി, പെരുന്നാളുണ്ടായി. അപ്പോൾ ആ 4 സ്ക്വാഡ് വർക്ക് വളരെ ചിട്ടയായിട്ട് നടത്തി. നമ്മളൊരു ബുക്ക് ഇറക്കിയിരുന്നു. നമ്മൾ 5 വർഷം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഡോക്യുമെൻ്റ് ആയിരുന്നു. അത് വീടുകളിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു 100% റോബസ്റ്റ് സിസ്റ്റം എന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും വളരെ മികച്ച രീതിയിൽ പാർട്ടി മെഷീനറി, പാർട്ടി പ്രവർത്തകർ ഇറങ്ങി പണിയെടുത്തു.
ഈ പറയുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത്. ഇപ്പോൾ വടകരയിലുണ്ടായ വിവാദവും തിരുവനന്തപുരത്തുണ്ടായ വിവാദവും തൃശ്ശൂരുണ്ടാകുന്ന വിവാദവും എല്ലാം നെഗറ്റീവ്, അതിനൊരു ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഒരു നമ്മളുടേതായ ഒരു പ്രൊഫൈലിൽ ഫോമാറ്റിൽ നിന്ന് വർക്ക് ചെയ്തു കോൺട്രവേഴ്സികളൊന്നും ഉണ്ടാക്കാനും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു സമയത്ത് ഒരു ചർച്ചയിൽ ഒരു വരി ശ്രദ്ധിക്കപ്പെട്ടത്, മുമ്പൊരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുടെ ചില ആക്ഷൻസ് സാധാരണ താഴെത്തട്ടിലെ പ്രവർത്തകരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ അത്തരം സംസ്ഥാന നേതാക്കളുമായിട്ടുള്ളൊരു വിമ്മിഷ്ടം കാരണമാണ് ഇവിടെ സംസ്ഥാന നേതാക്കളൊന്നും ഇവിടെ എത്താത്തത്, അതല്ലെങ്കിൽ ഹൈബിക്കൊരു പാർട്ടി നിലക്കുള്ള പിന്തുണ ഇല്ലാത്ത രൂപത്തിലേക്ക് ഒരു പ്രചരണം. DK ശിവകുമാർ ഇവിടെ വന്നിരുന്നു, VM സുധീരൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ മത്സരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് മുൻ KPCC പ്രസിഡന്റുമാരും അല്ലെങ്കിൽ മുൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പല സംഘടനകളെ കാണാനും പല സോഷ്യൽ ഗ്യാതറിങ്സിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പൊതുസമ്മേളനങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാറുണ്ട്. അത് വളരെ രൂക്ഷമായ ഭാഷയിലോ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അവരാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക മുഖങ്ങൾ, അവരാണ് ജനങ്ങൾക്ക് മറുപടി പറയേണ്ട ആളുകൾ. അപ്പോൾ അവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം, പോളിംഗ് ശതമാനത്തിലെ കുറവ് UDF ക്യാമ്പിന് ഭയങ്കര ഞെട്ടലാണെന്നും ആശങ്കയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത്. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിലൊക്കെ ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ട്. അപ്പോൾ ഈ കുറവിന് ഞങ്ങൾക്കുണ്ട്, ആശങ്കയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലുണ്ട്, ആശങ്കയുണ്ട്. അതിലെന്താ തെറ്റുന്നത്? അല്ല, അപ്പോൾ അത് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്താൽ ആ ആളുകൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധ വികാരത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം ആളുകൾ വോട്ട് ചെയ്തത് അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആവണം. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആവുമ്പോൾ അതിൽ പാർട്ടി വോട്ടർമാരെന്ന് പറയുന്ന നിശ്ചിത ശതമാനം ഉണ്ടാവുള്ളൂ. കോൺഗ്രസ്, CPM, BJP അത് കഴിഞ്ഞാൽ പിന്നെ വോട്ട് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് അവർക്ക് അനുഭാവം ഉണ്ടാകും. പക്ഷെ ആ വോട്ടുകൾക്ക് പലപ്പോഴും മാറി മറിയാൻ സാധിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ ആ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പരമാവധി ആളുകൾ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആശങ്കയുണ്ട്. എൻ്റെ മെജോറിറ്റിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. എനിക്ക് നല്ല ഒരു വിജയം കാഴ്ചവെക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ജയത്തിൽ ടെൻഷനില്ല. അപ്പോൾ നമുക്ക് 4ാമത്തെ ഇലക്ഷനാണ് ഞാൻ മത്സരിക്കുന്നത്. 2 അസംബ്ലിയും 2 പാർലമെൻറ്റും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത പല മേഖലകളിൽ നിന്നും വോട്ടുകൾ നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ കടുത്ത പാർട്ടി പ്രദേശങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും മെച്ചമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ അതേസമയം നമ്മൾക്ക് കിട്ടേണ്ട പല വോട്ടുകളും വന്ന് ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. നമുക്ക് ആശങ്കയുണ്ട്. ആശങ്ക പ്രകടിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ 30-35 ദിവസം കഴിഞ്ഞാലും ജനങ്ങളെ നമ്മൾ കാണണ്ടല്ലേ. നമ്മൾ ഈ പറഞ്ഞ എല്ലാം റെക്കോർഡ് പോകുന്ന കാര്യങ്ങളല്ലേ. ഞങ്ങൾക്ക് ജയത്തെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ P. രാജീവിനെ പോലൊരു സ്ഥാനാർത്ഥിക്കെതിരെ 1,69,000 വോട്ടുകൾക്ക് വിജയിക്കാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹപ്രവർത്തകർ അത് പ്രതീക്ഷിക്കും. അതെ. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ലോക്സഭയിലെ ഇടപെടലിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു തലസ്ഥാനം കൊച്ചിയിലാക്കണമെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം. അവസാനം കോൺഗ്രസ് നേതൃത്വം തന്നെ അതിനെ തള്ളി. അത് ഹൈബിയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞു. ആ വിഷയത്തിലെ നിലവിലൊരു സ്റ്റാൻഡ് എന്താണെന്നും അതിലൊരു ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നലുണ്ടോ? അല്ല, എൻ്റെ അതിലുള്ള നയം ഒന്ന്, അതൊരു സ്വകാര്യ ബില്ലായിട്ട് വന്നിട്ടില്ല. സ്വകാര്യ ബില്ലാവുകയാണെങ്കിൽ തന്നെ ആ സ്വകാര്യ ബില്ല് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കേരളത്തിൻ്റെ റവന്യൂ ഓഹരി വരുമാനത്തിൽ 65 മുതൽ 70% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജില്ല, ആ ജില്ലയ്ക്ക് ഇനിയും അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കുടിവെള്ള പദ്ധതി പിണറായി സർക്കാർ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി.
എറണാകുളത്തിന് വേണ്ടിയിട്ട് 1 രൂപ പോലും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കിഫ്ബിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് ഇൻ കൊച്ചിൻ. അതിലൊരു 190 MLD പ്ലാന്റാണ് കേരള വാട്ടർ അതോറിറ്റി. 8 വർഷമായി ആ പ്രൊജക്റ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ, അത് ചർച്ചയാവുന്നതിലൂടെ എറണാകുളത്തിൻ്റെ ആവശ്യങ്ങൾ കൂടുതൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു പാർട്ടി നേതൃത്വം തന്നെ അതൊരു ഹൈബിയുടെ ഒരു പേഴ്സണൽ ഇനീഷ്യേറ്റീവ് എന്ന രൂപത്തിലാണ് പ്രതികരിച്ചത്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാമല്ലോ. എനിക്കൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നതിൽ പാർട്ടിയുടെ അനുമതിയുടെ ആവശ്യമില്ല. നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ റൈറ്റാണ്. അത് ഞാൻ എക്സസൈസ് ചെയ്തു. അപ്പോൾ അതിൽ എനിക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ എനിക്കൊരു പശ്ചാത്താപമോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ളൊരു തോന്നലോ ഇല്ല. അത് റീജിയണൽ ഡിഫറൻസസ് ഉണ്ടാക്കി അത് സ്വാഭാവികമായിട്ടും ആ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ പ്രതിരോധത്തിലാക്കി. ഞാൻ പാർട്ടി ചിഹ്നത്തിലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ പാർട്ടി പറയുകയാണ് അത് പാടില്ല, പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പരിഗണിക്കാം. അതിന് കൃത്യമായ റീസണിങ്ങും തരണം. അതെ, നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പോൾ അടുത്ത സുഹൃത്താണ് ഷാഫി പറമ്പിൽ. അപ്രതീക്ഷിതമായി വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി വന്ന് തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട പ്രചരണ മേഖലയായിരുന്നു വടകര, മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ചിത്രം മാറി. ഷാഫിയെ വർഗീയവാദി എന്ന രൂപത്തിൽ ചിത്രീകരിക്കാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പത്രസമ്മേളനം വിളിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വടകര തെരഞ്ഞെടുപ്പ് കുറേ കൂടി സുഗമമായി നടക്കുമെന്നും വടകര തെരഞ്ഞെടുപ്പ് അനായാസമായ വിജയം CPM കരസ്ഥമാക്കാൻ സാധിക്കുമെന്നും ശൈലജ ടീച്ചർ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ പോലെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഷാഫി പറമ്പിൽ തികഞ്ഞ മതേതരവാദിയായിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ സംസ്ഥാന KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എൻ്റെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുള്ള പാഠപുസ്തക സമരത്തിൽ എത്രയോ വർഷത്തെ ആത്മബന്ധമുള്ള ആളാണ്. ഷാഫി പറമ്പിലിനെ അടുത്തറിയുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പാലക്കാട്ടെ ജനങ്ങളോട് ചോദിച്ചാൽ ഒരു വർഗീയവാദിയാണെന്ന് പറയത്തില്ല. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ 40 ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഷാഫി ഒരു മികച്ച പോരാളിയാണ് എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അതൊരു ജനാധിപത്യ രീതിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഷാഫി ഏറ്റവും മികച്ച വിജയം വടകരയിൽ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കും. ഷാഫിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരാശങ്കയും, ഷാഫീനെ അറിയാവുന്ന, ഷാഫിയുടെ ട്രാക്ക് റെക്കോർഡ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു കാരണവശാലും അത് അങ്ങനെ ആവത്തില്ല എന്നുള്ള കാര്യം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് EP ജയരാജൻ്റെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ച സമയത്ത് EP സംരക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി നയം വ്യക്തമാക്കിയത്. കോൺഗ്രസ് BJPയുമായി സഖ്യമുണ്ടാക്കുന്നു, വടകരയിൽ ഉൾപ്പെടെ. നിരന്തരമായി സുധാകരനെതിരെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെതിരെ ഒരു ആക്ഷേപവും അധിക്ഷേപവും നടത്തുന്ന അദ്ദേഹം BJPയിൽ ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അധിക്ഷേപം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM BJP ബന്ധം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള അവരുടെ ഇടപെടലായിരുന്നു. CPMൻ്റെ വളരെ കൃത്യമായ അവർക്കുള്ള രാഷ്ട്രീയ അജണ്ട അത് BJPയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ വലിയ നിരാശയിലാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത. ഉത്തരവാദിത്തപ്പെട്ട LDFൻ്റെ കൺവീനർ, അതിൽ മുഖ്യമന്ത്രി ഒരു നിഷ്കളങ്കനാണ് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. പല കേസുകളിലെയും ഒരു കേസ് സെറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇടനിലക്കാരനാണ് EP ജയരാജൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും മാസപ്പടി വിവാദവും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാവുമ്പോൾ അതും തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായിട്ടും എല്ലാം ബന്ധപ്പെടുത്തി പല കഥകളും പുറത്തു വരുന്നുണ്ട്. പിന്നെ സംസ്ഥാന LDF കൺവീനറും BJPയുടെ ചുമതല വഹിക്കുന്ന, കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന
സെക്രട്ടറിയും കാണുക എന്ന് പറയുന്നത് ഒരു ചെറിയ നിസ്സാരവൽക്കരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ. അതിനെ മുഖ്യമന്ത്രി വളരെ തള്ളിപ്പറഞ്ഞെങ്കിലും അത് പറഞ്ഞ രീതിയും എല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഈ 2 മാസക്കാലത്ത് ചൂട് പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞു. ഇനിയുള്ള ഈ റിസൾട്ട് വരുന്ന ദിവസങ്ങളിലൊരു ലൈഫ് റുട്ടീൻ എങ്ങനെയാണ് കാര്യങ്ങൾ? എൻ്റെ ലൈഫ് റുട്ടീനിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാവിലെ ഞാൻ നിങ്ങളോട് 9:30 വരാൻ പറഞ്ഞതിൻ്റെ കാരണം രാവിലെ 7 മണി മുതൽ ഇവിടെ 9:30 വരെ ആളുകളെ കാണുന്നൊരു സമയമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആളുകളെ കാണുക, പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. എൻ്റെ പല റീച്ച് ഔട്ട് പ്രോഗ്രാംസും പാതിയിൽ വഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ, പിന്നെ MP ഫണ്ടിൻ്റെ ഫോളോ അപ്പ് നടത്താനുണ്ട്. കുറേ ആളുകൾ അതിനു വേണ്ടി വിളിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കാൻ പോകുന്നു, സ്കൂൾ ബസ്സുകൾ കൊടുത്ത പാരൻസും മാനേജ്മെൻറ്റും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കണം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മികച്ച വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.